ಜೊತೆಲೆ ಬಂದು ಸೇರ್ಬಿಟ್ರು. Hallelujah. Hallelujah. രാത്രി നിന്റെ വിഷയവും ನಿನ್ನ ವಿಷಯವು യേശുവും തമ്മിൽ ഒരുമിച്ച് കണ്ടുമുട്ടാൻ വേണ്ടി നീ എങ്ങനെയായിരിക്കുന്നു എന്ന് യേശു അറിയുന്നു. ನೀನು ಹೆಂಗಿದ್ಯಾ ಅಂತ ಯೇಸು ಕ್ರಿಸ್ತನಿಗೆ നീ ಗೊತ್ತು. എന്തിനാണ് ഇവിടെ കടന്നു വന്നതെന്ന് യേശു ನೀನು അറിയുന്നു. ಯಾಕೆ ಇದರೊಳಗೆ ಬಂದಿದ್ಯಾ ಅಂತ നിന്റെ വിഷയം എന്താണെന്ന് യേശു ನಿನ್ನ അറിയുന്നു. ವಿಷಯ ಏನಂತ ಯೇಸು ಗೊತ್ತು. രാത്രി യേശു നിന്നെ നോക്കി പറയാ, ಯೇಸು ನಿಮ್ಮನ್ನು ನೋಡಿ ಹೇಳುತ್ತಿದ್ದಾನೆ, വിഷയത്തെ എന്റെ കരത്തിലേക്ക് താ. ಆ ವಿಷಯವನ್ನು ನನ್ನ ಕರೆಗೆ ಇಡು. ഞാൻ ആ വിഷയത്തെ ಆ ವಿಷಯವನ್ನು ನನ್ನ ಕರೆಯಲ್ಲಿ ಎತ್ತಕ್ಕೆ ಹೋಗ್ತಿದ್ದೇನೆ. Hallelujah. Hallelujah. യേശു വിളിച്ചു പറയുന്ന ഒരു കാര്യമുണ്ട്. ಯೇಸು ಕರೀತಿರೋ ಹೇಳುವ ಒಂದು ವಾಕ್ಯ ಬಂದಿದೆ. പഞ്ചം ചുമക്കുന്നവരെ ಅದನ್ನು ಎತ್ತುವವರೇ അവിടെ നിൽക്കാം, ಅದನ್ನು ಅಲ್ಲಿ ನಿಲ್ಲಿಸಿ, അവിടെ നിൽക്കാം. ಇನ್ನು ಅಲ್ಲಿ ನಿಲ್ಲಿಸಿ. ഇത് ചുമന്നുകൊണ്ട് പോകുന്നവർക്ക് ഒറ്റ ആഗ്രഹമേ ഉള്ളൂ. ಇದನ್ನು ಎತ್ಕೊಂಡು ಹೋಗೋರ್ಗೆ ಒಂದೇ ಒಂದು ಆಸೆ, ഇവന് വേണ്ടി എടുത്ത കുഴി വക്കത്ത് വരെ ഇതൊന്ന് കൊണ്ടിയെന്ന് വെക്കുക. ಇವರಿಗೋಸ್ಕರ ಮಣ್ಣಿಸಿರುವ ಜಾಗ ತನಕ ಈ ಬಾಡಿಯನ್ನು ಎತ್ಕೊಂಡು ಹೋಗ್ಬೇಕು. നിന്നെയും പലപ്പോഴും ഓരോ ശക്തികൾ ഇങ്ങനെ ചുമന്നുകൊണ്ട് പോവുക. ಇದೇ ತರ ನಿಮ್ಮನ್ನು ಕೂಡ ಅನೇಕ ಶಕ್ತಿಗಳು ಎತ್ಕೊಂಡು ಹೋಗುತ್ತಿದೆ, പാപത്തിലേക്ക് ಪಾಪಕ್ಕೆ ഇങ്ങനെ ചുമന്നുകൊണ്ട് പോവുക. ಹಿಂಗೆ ಎತ್ಕೊಂಡು ಹೋಗುತ್ತಿದೆ, രോഗത്തിലേക്ക്, ರೋಗಕ್ಕೆ, കടപ്പാടത്തിലേക്ക്, ಸಾಲಗಳಿಗೆ, നിന്ദയിലേക്ക്, ಒಬ್ಬರೇ ಹೋಗುವ ಒಂದು സമാധാനം ഇല്ലായ്മയിലേക്ക്, ಸಮಾಧಾನ ಇಲ್ಲ ಅಂತ ಒಂದು പൈശാചിക ശക്തികൾ ಪೈಶಾಚಿಕ ಶಕ್ತಿಗಳ ಒಳಗೆ ഇങ്ങനെ ചുമന്നുകൊണ്ട് പോവുക. ನಿನ್ನನ್ನು ಎತ್ತಿಕೊಂಡು ಹೋಗುತ್ತಿದೆ. എങ്ങനെയെങ്കിലും വിടുതൽ പ്രാപിക്കണമെന്ന് നിനക്ക് ആഗ്രഹമുണ്ട്. ಅದರ ಮೇಲೆ ನಾನು ಬಿಡುಗಡೆ ಮಾಡಬೇಕು ಅಂತ ಆಸೆ ಇದೆ. വചനം പറയാം, നിന്നെ എങ്ങനെയൊക്കെയോ ചുമന്നുകൊണ്ട് ಆದ್ರೆ പോവുക. ವಚನ ಹೇಳುತ್ತಿದೆ, ನಿನ್ನನ್ನು ಹೆಂಗದು ಆಚೆ ತೆಗೀತಿದೆ. വചനം പറയാണ്, ವಚನ ಹೇಳುತ್ತಿದೆ, ആ ശക്തിയെ, ಆ ಶಕ್ತಿಯನ್ನು, നിന്നെ അലട്ടുന്ന ശക്തിയെ ನಿನ್ನ ಅಳಟ್ಟುವ ಶಕ್ತಿಯನ್ನು യേശു ഇന്ന് രാത്രി നിർത്താപ്പങ്ങളും ಈ ಲೋಕದಲ್ಲಿ ಯಾರಿಗೂ ಇಲ್ಲದ ಒಂದು ನಿಯಮಗಳು, ചട്ടങ്ങളും ಚಟ್ಟಗಳು യഹൂദനുണ്ട്. ಯಹೂದರಿಗಿದೆ. ഒരു കുഞ്ഞു മരിച്ചാൽ, ಒಂದು ಮಗು ಮರಣಪಟ್ಟರೆ, അവര് മരിച്ചു കഴിഞ്ഞാല് ಮರಣಪಟ್ಟರೆ തൊടാൻ എല്ലാവർക്കും അവകാശം ഇല്ല. ಅದನ್ನು ಮುಟ್ಟಕ್ಕೆ ಎಲ್ರಿಗೂ ಅವಕಾಶವಿಲ್ಲ, ആർക്കും അവകാശമില്ല. ಯಾರಿಗೂ ഈ ಅವಕಾಶವಿಲ್ಲ. മരിച്ച കുഞ്ഞിന്റെ ಈ ಮರಣಪಟ್ಟಿರೋ ಮಗುವುದು അപ്പന്റെ ತಂದೆಯ ചേട്ടന്റെ മക്കൾക്ക് തൊടാൻ അവകാശമുണ്ട്. ಅವರ ಅಣ್ಣರ ಮಕ್ಕಳಿಗೆ ಮಾತ್ರ ಮುಟ್ಟಕ್ಕೆ ಅವಕಾಶವಿದೆ. അമ്മ വീട്ടുകാർക്ക് ആർക്കും ഈ ശവത്തെ തൊടാൻ യാതൊരു അധികാരവും ಈ ഇല്ല. ತಾಯ ಭವನದಲ್ಲಿಂದ ಯಾರಿಗೂ ಇದನ್ನು ಮುಟ್ಟಕ್ಕೆ ಅವಕಾಶವಿಲ್ಲ. ഒന്ന് രണ്ട് വ്യക്തികൾക്ക് മാത്രമേ തൊടാൻ അധികാരം. ಒಂದೆರಡು ಜನ ಮಾತ್ರ ಇದನ್ನು ಮುಟ್ಟಕ್ಕೆ ಅವಕಾಶವಿರೋದು. ഇന്ന് രാത്രിയില് ಈ ರಾತ್ರಿಯಲ್ಲಿ നിന്റെ വിഷയത്തെ തൊടാൻ ನಿನ್ನ ವಿಷಯವನ್ನು ಮುಟ್ಟಕ್ಕೆ എല്ലാവർക്കും അധികാരമില്ല. ಎಲ್ಲರಿಗೂ ಅಧಿಕಾರವಿಲ್ಲ. യേശുവിന് മാത്രമേ അധികാരമുള്ളൂ. Hallelujah. യേശുവിന്റെ ദാസന്മാർക്കും അധികാരം. ಯೇಸುವಿನ ದಾಸರಿಗೂ ಮಾತ್ರ ಅಧಿಕಾರವಿದೆ. യേശുവിനെ പ്രസംഗിക്കുന്ന, ಯೇಸು ಆ ವಚನವನ್ನು ಹೇಳುವ, പരിശുദ്ധാത്മാവിനെ വഹിക്കുന്ന ಪರಿಶುದ್ಧಾತ್ಮನನ್ನು ವಹಿಸುವ കർത്താവിന്റെ ദാസന്മാർക്ക് തൊടാൻ അധികാരമുണ്ട്. ದೇವರ ದಾಸರಿಗೆ ಮುಟ್ಟಕ್ಕೆ ಅವಕಾಶವಿದೆ. അതുകൊണ്ടാണ് കർത്താവിന്റെ ദാസൻ പ്രാർത്ഥിച്ചപ്പോൾ ದೇವರ ಆತ್ಮನು ಪ್ರಾರ್ಥನೆ ಮಾಡುವಾಗ നിങ്ങളുടെ അകത്തും പരിശുദ്ധാത്മാവ് വെളിപ്പെട്ടു വന്നു. ನಿನ್ನ ಒಳಗೆ ಪರಿಶುದ್ಧಾತ್ಮ ಉಂಟಾಗಿ നിങ്ങൾ ಬಂದಿದೆ. പൊട്ടിക്കരഞ്ഞില്ലേ? ನೀವು ಹತ್ತಿರತಾನೆ, ഞങ്ങൾ മറ്റൊന്നുമല്ല പറഞ്ഞത്. ನಾ ಬೇರೆ ಏನು ಅಂದಿಲ್ಲ. കർത്താവിന്റെ ദാസന്മാർക്ക് ദൈവത്തിന്റെ ಆ വചനമാണ്. ದೇವರು ಹೇಳಿರೋದು, ಆ ದೇವರ ದಾಸ ಹೇಳಿದ ದೇವರ ವಚನವಾಗಿದೆ. ആ യേശുവിന്റെ വചനം ಆ ದೇವರ ವಚನ തന്റെ ദാസന്റെ അകത്ത് ചുമക്കുകയാണ്. ಆ ದೇವರ ದಾಸನ ಒಳಗೆ ಅದನ್ನು ആ ಎತ್ತುತ್ತಿದ್ದಾರೆ. പരിശുദ്ധാത്മാവിനെ അകത്ത് വഹിക്കുകയാണ്. ಪರಿಶುದ್ಧಾತ್ಮನನ್ನು ಒಳಗೆ ವಹಿಸ್ತಿದ್ದಾನೆ. അവർ നിന്റെ മേൽ കരം വെക്കുമ്പോ ಅವರು ನಿಮ್ಮ ಮೇಲೆ ಕರಗಿಕ್ಕುವಾಗ ചത്ത വിഷയം ജീവിക്കപ്പെടും. ನಿನ್ನ ಮರಣಪಟ್ಟಿರುವ ವಿಷಯಗಳ ಜೀವ ಉಂಟುತ್ತದೆ. ആരുടെ നാമത്തിൽ ജീവിക്കപ്പെടും? ಯಾರ ನಾಮದಲ್ಲಿ ಅದು ಜೀವ ಉಂಟುತ್ತದೆ? യേശുവിന്റെ നാമത്തിൽ ಯೇಸು ജീവിക്കപ്പെടും. ಕ್ರಿಸ್ತನ ನಾಮದಲ್ಲಿ. രാത്രിയിൽ ಈ ರಾತ್ರಿಯಲ್ಲಿ നിന്റെ മരിച്ച വിഷയം ജീവിക്കാൻ പോയ ನಿನ್ನ ಮರಣಪಟ್ಟಿರುವ ವಿಷಯಗಳ ಜೀವ ಉಂಟುತ್ತಿದೆ. അങ്ങനെ ആർക്കും തൊടാൻ അവകാശമില്ലാതിരുന്ന ಇದು ಯಾರು ಮುಟ್ಟಕ್ಕೆ ಅವಕಾಶವಿಲ್ಲದಿರುವ യേശുവും ഈ മരിച്ച മകനും തമ്മിൽ ജഡപ്രകാരം ഒരു ബന്ധവുമില്ല. ಯೇಸು ಈ ಮರಣಪಟ್ಟಿರುವ ಈ ಮಗನಾಗಿ ಏನ್ ರಿಲೇಶನ್ಶಿಪ್ ಇಲ್ಲ. യേശു നമ്മുടെ ദൈവമാണ്. ಯೇಸು ನಮ್ಮ ಕರ್ತನು. യേശു മനുഷ്യപുത്രനായിട്ട് അങ്ങോട്ട് ಅದು വന്നത്. ಯೇಸು ಮನುಷ್ಯ ಪುತ್ರನಾಗಿ ಇಲ್ಲಿ ಉಂಟು ಬಂದಿರೋದು. അത് യഹൂദന്മാർക്ക് അറിയത്തില്ല. ಅದು ಯಹೂದರಿಗೆ ಗೊತ್ತಿಲ್ಲ. തൊടാൻ അവകാശം